ഹായ് മക്കളെ, കേരളപ്പിറവി ദിനം ക്വിസ് പാർട്ട് 2 വീഡിയോ ആണിത്. ഓരോ ചോദ്യവും 2 തവണ വായിക്കുന്നുണ്ട്. ഒരു പേനയും പേപ്പറും എടുത്ത് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഉത്തരം കിട്ടാത്ത കൂട്ടുകാർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം ഒന്നുകൂടി അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചോദ്യം 1. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? ഉത്തരം കഥകളി. ചോദ്യം 2. കേരളത്തിലെ നിത്യഹരിതവനം ഏതാണ്? കേരളത്തിലെ നിത്യഹരിതവനം ഏതാണ്? ഉത്തരം സൈലന്റ് വാലി. ചോദ്യം 3. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട. ചോദ്യം 4. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? ഉത്തരം മുഴുപ്പിലങ്ങാട് ബീച്ച്. ചോദ്യം 5. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് ഏതാണ്? ഉത്തരം മുഴുപ്പിലങ്ങാട് ബീച്ച്. ചോദ്യം 6. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത മണ്ണടി ഏതു ജില്ലയിലാണ്? വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത മണ്ണടി ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട. ചോദ്യം 7. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഉത്തരം ഏറനാട് താലൂക്ക്. ചോദ്യം 8. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്ക്. ചോദ്യം 9. ഓടനാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണ്? ഓടനാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണ്? ഉത്തരം കായംകുളം. കായംകുളമാണ് ഓടനാട് എന്നറിയപ്പെടുന്നത്. ചോദ്യം 10. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കണ്ണൂർ. ചോദ്യം 11. ഏറ്റവും കൂടുതൽ ഉദ്യാനങ്ങൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഏറ്റവും കൂടുതൽ ഉദ്യാനങ്ങൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി ജില്ലയിൽ. ചോദ്യം 12. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം പോണ്ടിച്ചേരി. ചോദ്യം 13. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയാണ്? കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ. ചോദ്യം 14. വിസ്തീർണം ഏറ്റവും കൂടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ്? വിസ്തീർണം ഏറ്റവും കൂടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ്? ഉത്തരം തൃപ്പൂണിത്തുറ. ചോദ്യം 15. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഉത്തരം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ചോദ്യം 16. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ഉത്തരം കരിമീൻ.
മക്കളെ 2010 കേരള സർക്കാർ കരിമീനിനെ ഔദ്യോഗിക സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചത്. ചോദ്യം 17. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 18. വനപ്രദേശം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? വനപ്രദേശം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. ചോദ്യം 19. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഉത്തരം വേമ്പനാട്ട് കായൽ. ചോദ്യം 20. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞത്? ഉത്തരം ഇടുക്കി. ചോദ്യം 21. ആദ്യത്തെ മാമാങ്കം നടന്നു എന്ന് കരുതുന്ന വർഷം ഏത്? ആദ്യത്തെ മാമാങ്കം നടന്നു എന്ന് കരുതുന്ന വർഷം ഏതാണ്? ഉത്തരം AD 829. ചോദ്യം 22. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏത്? സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം. ചോദ്യം 23. സാമൂതിരിമാരുടെ നാവിക സൈന്യാധിപന്മാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? സാമൂതിരിമാരുടെ നാവിക സൈന്യാധിപന്മാർ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ഉത്തരം കുഞ്ഞാലിമരയ്ക്കാർ. ചോദ്യം 24. വിസ്തീർണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ്? വിസ്തീർണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ്? ഉത്തരം ഗുരുവായൂർ. ചോദ്യം 25. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ചോദ്യം 26. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 27. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 44. ചോദ്യം 28. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം നെയ്യാർ. ചോദ്യം 29. കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ഉത്തരം കൊച്ചി. ചോദ്യം 30. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. ചോദ്യം 31. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം കുമളി. ചോദ്യം 32. അവസാനമായി രൂപം കൊണ്ട
കേരളത്തിലെ ജില്ല ഏതാണ്? അവസാനമായി രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കാസർഗോഡ്. ചോദ്യം 33. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? ഉത്തരം മലപ്പുറം. ചോദ്യം 34. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ചോദ്യം 35. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ. ചോദ്യം 36. ആധുനിക കേരളത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക കേരളത്തിലെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 37. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ചോദ്യം 38. കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഭാരതപ്പുഴയുടെ തീരത്ത് അഥവാ നിളയുടെ തീരത്ത്. ചോദ്യം 39. കേരള കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ചാൻസലർ ആരാണ്? ഉത്തരം മല്ലിക സാരാഭായ്. ചോദ്യം 40. കേരള കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ്? ഉത്തരം ബി അനന്തകൃഷ്ണൻ. ചോദ്യം 41. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ്? മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ്? ഉത്തരം കർഷകോത്തമ. ചോദ്യം 42. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏതാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം ഏതാണ്? ഉത്തരം ജയ ജയ കോമള കേരളധരണി. ചോദ്യം 43. ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് ആരാണ്? ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ബോധേശ്വരൻ. ചോദ്യം 44. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 2. പാലക്കാടും തിരുവനന്തപുരത്തും. ചോദ്യം 45. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏത്? മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 2013 മെയ് 23. ചോദ്യം 46. കേരളത്തിലെ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? ഉത്തരം വയനാട്, ഇടുക്കി. ചോദ്യം 47. കേരളത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ. ചോദ്യം 48. ചോദ്യം 48. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഉത്തരം ബി രാമകൃഷ്ണ റാവു. ചോദ്യം 49.
കർഷക ദിനം എന്നാണ്? കർഷക ദിനം എന്നാണ്. ഉത്തരം ചിങ്ങം 1. ചോദ്യം 50. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. ചോദ്യം 51. കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ഉത്തരം R. ശങ്കരനാരായണൻ തമ്പി. ചോദ്യം 53. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എവിടെ നിന്ന് എവിടെ വരെയാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു? ഉത്തരം ബേപ്പൂർ മുതൽ തിരൂർ വരെ. ചോദ്യം 54. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1861. ചോദ്യം 55. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ്? ഉത്തരം മോഹിനിയാട്ടം. ചോദ്യം 56. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. ചോദ്യം 57. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. ചോദ്യം 58. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ളത്. ചോദ്യം 59. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത എത്ര ജില്ലകളാണ് ഉള്ളത്? കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ എത്രയാണ് ഉള്ളത്? ഉത്തരം 5. ചോദ്യം 60. കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? ഉത്തരം കേരള സർവകലാശാല. ചോദ്യം 61. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഉത്തരം NH 66. ചോദ്യം 62. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളുണ്ട്? കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളുണ്ട്? ഉത്തരം 6. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദ്യം 1. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണേ. ബായ്.